ദിക്റും ചൊല്ലാണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പ്രത്യേകിച്ച് ആ വിഷയത്തിൽ വല്ലതും വന്നിട്ടുണ്ടോ? എന്താ ഉദു തുടങ്ങുമ്പോ വല്ല ദുആയും ദിക്റൊക്കെ ചൊല്ലാണ്ടോ? പല ആൾക്കാരും ചൊല്ലുന്നത് കാണാൻ സാധിക്കും. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്നിങ്ങനെ പ്രയാസപ്പെട്ട് ചൊല്ലുന്നതായി കാണാൻ സാധിക്കും. പിന്നെ ചില ആളുകൾ ഓരോ അവയവം കഴുകുമ്പോഴും പ്രത്യേക ദുആ ചൊല്ലുന്നത് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് ചെല്ലുന്നതൊക്കെ? വളരെ നല്ല കാര്യം തന്നെയാണ്. കൈ ഇങ്ങനെ കഴുകുമ്പോൾ പടച്ചോനെ കൈ കൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും പൊറുക്കണേ. അറബിയിൽ കുറെ ദിക്റും ദുആയുണ്ട്. മുഖം കഴുകുമ്പോൾ പടച്ചോനെ എന്റെ മുഖത്ത് വന്ന് സംഭവിച്ചു പോയിട്ടുള്ളതായിരിക്കും, തെറ്റുകൾ പുറത്തു തരണേ. കാല് കഴുകുമ്പോൾ അങ്ങനെ, തല തടവുമ്പോൾ അങ്ങനെ, ഇങ്ങനെ വുളൂഇലെ ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ പ്രത്യേകം ദുആയും ദിക്റും ചൊല്ലുകയും അങ്ങനെ ചൊല്ലേണമെന്ന് എഴുതി പഠിപ്പിക്കുന്ന കിതാബുകളും ഉണ്ട് സമൂഹത്തിൽ. പക്ഷേ ഇസ്ലാമികമായി പ്രവാചകൻ വല്ലതും കാണിച്ചു തന്നിട്ടുണ്ടോ? നേരത്തെ ഞാൻ സൂചിപ്പിച്ച അതേ ഗ്രന്ഥത്തിൽ തന്നെ ആ മഹാനായ പണ്ഡിതൻ പറയുന്നു, വലം യുഹ്ഫദു അന്നഹു കാന യഖൂലു അലാ വുളൂഇഹി ശൈഅൻ. വുളൂഇന്റെ മുമ്പായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാറില്ലായിരുന്നു ഗൈറ തസ്മിയ, ബിസ്മി ചൊല്ലലല്ലാതെ. വകുല്ലു ഹദീസിൻ ഫീ അദ്കാരിൽ വുളൂഇ അല്ലദീ യുഖാലു അലൈഹി, വുളൂഇന്റെ ഇടയിൽ ഓരോ സമയത്തും ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെടുന്ന ദിക്റുകൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ മുഴുക്കെ മുഖ്തലഖുൻ, നിർമ്മിച്ചുണ്ടാക്കിയ വാറോലകളാകുന്നു, കള്ള ഹദീസുകളാകുന്നു. ലം യഖുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ മിൻഹു, അവയിൽ ഒന്നുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. വലാ അല്ലമഹു ലി ഉമ്മത്തിഹി, തന്റെ സമൂഹത്തോട് നബി കരീം പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. അപ്പോ ഏത് വുളൂഇൽ നമ്മൾ ഇത്രേ ചൊല്ലാള്ളൂ, എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നുള്ള നിലക്ക് തന്നെ വുളൂ തുടങ്ങുമ്പോഴും എന്തുണ്ടായിരിക്കണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാതെ അഊദും ബിസ്മിയും ഫാത്തിഹയും സൂറത്തും അയമാതിരി ഓരോ അവയവം കഴുകുമ്പോൾ അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ഇങ്ങനെ അശ്ഹദു ഇങ്ങനെ കേൾക്കാം. നമുക്ക് മുഖം കഴുകുമ്പോൾ ഒരു ഇഷ് എന്ന് കേൾക്കാം, കൈ കഴുകുമ്പോൾ ഒരു ഇഷ് എന്ന് കേൾക്കാം, കാല് കഴുകുമ്പോൾ ഒരു ഇഷ് എന്ന് കേൾക്കാം. ഇതൊക്കെ എന്താണ്? ആൾക്കാർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. എന്തുകൊണ്ട് ചൊല്ലിക്കൂടാ? എന്താ ഒരു നല്ല കാര്യമല്ലേ? എന്തിനാ മൗലവി നിങ്ങൾ ഇത് എതിർക്കുന്നത്? എന്താ ഒരാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൈ കഴുകുമ്പോൾ പറഞ്ഞു, ആകാശലോകം വല്ലതും ഇടിഞ്ഞു വീഴുവോ? അല്ലെങ്കിൽ വല്ല പ്രശ്നവും ഇവിടെ സംഭവിക്കുമോ? ഒന്നും സംഭവിച്ചിട്ടല്ല. പ്രവാചക തിരുമേനി നമുക്ക് കാണിച്ചു തന്നതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കണിശമായ നിയമം നമുക്ക് ഇസ്ലാമിലുണ്ട്. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലീന, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അതേപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഇന്ന് പല ആൾക്കാരും മദ്ഹബിലെ നിസ്കാരങ്ങളാണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. 4 മദ്ഹബിന് 4 വേറെ നിസ്കാരങ്ങളായിട്ട്. അതിൽ പലതും പ്രവാചകചര്യയോട് യോജിക്കുന്നു, പലതും വിയോജിക്കുന്നു. യോജിക്കുന്നത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നയം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വിഷയം കണിശമായും ഇങ്ങനെ ചെയ്തു എന്ന് പഠിപ്പിച്ച് തന്നാലും എന്റെ ഇമാമ് പറഞ്ഞതിന് അതെതിരായിപ്പോയി എന്ന ഒരൊറ്റ കാരണത്താൽ പ്രവാചകന്റെ വാക്കിനെ പിറകോട്ട് മാറ്റി ഇമാമ് പറഞ്ഞതിൽ തന്നെ വാശിയോടുകൂടെ നിലനിൽക്കുകയും ചെയ്യുന്ന സമൂഹമാണെന്ന് സമൂഹത്തിൽ പലയിടത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയല്ല. പ്രവാചകനിൽ നിന്നൊരു കാര്യം തെളിഞ്ഞാൽ പിന്നെ എല്ലാവരേക്കാളും സ്ഥാനം പ്രവാചകന്റെ വാക്യത്തിനാണ്. കാരണം പ്രവാചകനാണ് തെറ്റുപറ്റാത്ത ഏക വ്യക്തിത്വം. പ്രവാചകന് മാത്രമാണ് വഹീ വന്നിട്ടുള്ളത്, മറ്റുള്ളവർക്കാർക്കും വഹീ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അഭിപ്രായങ്ങളിൽ തെറ്റും ശരിയും ഉണ്ടാകാം. തെറ്റും ശരിയും എന്ന വിവേചനമില്ലാതെ വെറും ശരി മാത്രം ഉണ്ടാവുക വഹീ കിട്ടുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്യങ്ങളിൽ മാത്രമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് നബി തിരുമേനിയുടെ അഭിപ്രായങ്ങൾക്കും നബി തിരുമേനിയുടെ പ്രവർത്തനങ്ങൾക്കുമാണ് മുസ്ലിം സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ വിലയും മൂല്യവും കൽപ്പിക്കേണ്ടത് എന്നുണർത്തുകയാണ്. അപ്പോൾ വുളൂഇന്റെ തുടക്കത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വുളൂ ആരംഭിക്കുന്നു. ഓരോ അവയവത്തിനും പ്രാർത്ഥന ചെല്ലുന്നതിനെ സംബന്ധിച്ച് ശാഫിഈ മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതൻ, 2ാം ശാഫിഈ എന്ന് ശാഫിഈ മദ്ഹബിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഇമാം സക്കരിയ നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ആ നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മിൻഹാജ് എന്ന കൃതി, ആ കൃതിയുടെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്റെ ഈ കിതാബിൽ വുളൂ എടുക്കുന്ന അവസരത്തിൽ വുളൂഇന്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ചില പ്രാർത്ഥനകളൊക്കെ ചൊല്ലാനുണ്ട് എന്ന് ചില കിതാബുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇമാം നവവി പറയുന്നു, ചില കിതാബുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ത്, വുളൂഇലെ ഓരോ അവയവം കഴുകുമ്പോഴും ഇന്നത് ചെല്ലണം. മുഖം കഴുകുമ്പോൾ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി, പടച്ചോനെ നാളെ പരലോകത്ത് എന്റെ മുഖം വെളുത്ത മുഖമാക്കി തീർക്കണേ റബ്ബേ.
വലത്തെ കൈ കഴുകുമ്പോൾ പടച്ചോനെ എന്റെ ഗ്രന്ഥം നാളെ പരലോകത്ത് വലത്തെ കൈയിൽ കിട്ടണേ, ഇടത്തെ കൈ കഴുകുമ്പോൾ പടച്ചോനെ എന്റെ കയ്യിൽ ഇടത്തെ കൈയിൽ കിട്ടരുതേ എന്നിങ്ങനെ ഓരോ അവയവം കഴുകുമ്പോഴും ചില ദിക്റുകളും ദുആകളും ചൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന ചില ദുആകളെയും കിതാബുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്റെ ഈ ഗ്രന്ഥത്തിൽ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. എന്താ കാരണം? ഹദഫ്തു, അവയെല്ലാം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. ഞാൻ ആ വക ദിക്റും ദുആയും ഒക്കെ എന്റെ കിതാബിൽ ഉൾപ്പെടുത്താതെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്താ കാരണം? ലിഅന്നഹു ലാ അസ്ല ലഹു, അതിന് ഒരടിസ്ഥാനവും ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? ഇമാം ഷാഫിഈ മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതൻ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മിൻഹാജ് എന്ന കൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ ഏതെങ്കിലും പുതിയ ആൾക്കാർ വന്നിട്ട് ഇവര് ഉള്ളതൊക്കെ ഒഴിവാക്കി എന്നല്ല, ഇത് ഇപ്പുണ്ടായ വാദമല്ല. മുമ്പേ പണ്ഡിതന്മാര് ഇസ്ലാമിൽ അഡ്രസ്സും ലേബിളും ഇല്ലാത്ത ദിക്റുകൾക്കും ദുആകൾക്കും സ്ഥാനമില്ല, അഡ്രസ്സില്ല, ലാ അസ്ല ലഹു, അതിനൊരു അടിസ്ഥാനം ഞാൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അതൊന്നും എന്റെ ഈ കിതാബിൽ ഞാൻ ചേർത്തിട്ടില്ല, അത് ഞാൻ ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ധൈര്യം കാണിച്ചത് പ്രവാചക ചര്യയോട് 100% കണിശത പുലർത്തണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ആത്മാർത്ഥത നിമിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്.